ആമസോണിൽ സാധാരണ ആഴ്ചയിൽ 4 ദിവസമാണ് ഡ്യൂട്ടി എന്നുണ്ടെങ്കിലും ആദ്യത്തെ 2 ദിവസം ഞാൻ ആനുവൽ ലീവ് വിട്ടു. ബാക്കി 2 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലണ്ടനിലോട്ട് പോകണം. ഉറങ്ങാത്തോണ്ട് വട്ടോളിനെ കൊണ്ട് പോണത് റിസ്ക് അതിന്റെ പേരിൽ ഞാൻ നാഷണൽ എക്സ്പ്രസ് ബസ് ബുക്ക് ചെയ്തിട്ടാണ് പോണത്. അത് മാത്രമല്ല വേറൊരു പ്ലാനും കൂടി ഉണ്ട്. നോട്ടിംഗ്ഹാമിലോട്ട് ഞാൻ മാത്രം പോയിട്ട് കാര്യമില്ല, കൂടെ അച്ഛനെയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളും കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ലണ്ടനിലോട്ട് വന്നത്. അതിനുവേണ്ടി എന്റർപ്രൈസിന്റെ ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് നേരത്തെ തന്നെ ഞാനൊരു വാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും മീഡിയം സൈസാണ് നോക്കി ബുക്ക് ചെയ്തത്. അതെന്തുകൊണ്ടും നന്നായെന്ന് എനിക്ക് സാധനങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി. സാധാരണ എനിക്ക് മാനുവൽ ഓടിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിലും ഇത് ഓട്ടോമാറ്റിക് കിട്ടിയത് കുറച്ച് ഗുണമായിട്ട് എനിക്ക് പിന്നീട് തോന്നി. പിന്നെ അധികം താമസിപ്പിക്കാനൊന്നും നിന്നില്ല, നേരെ പോയി നമ്മുടെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മീഡിയം സൈസ് നോക്കിയെടുത്തത് വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ്ഫോർഡ് ഒരുപാട് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അവരോടൊക്കെ യാത്ര പറയുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. അതെല്ലാം കഴിഞ്ഞ് അധികം താമസിപ്പിക്കാതെ തന്നെ നമ്മൾ നോട്ടിംഗ്ഹാമിലോട്ട് യാത്ര ചെയ്യും. വേറെ ഒന്നുമില്ല, ഒരു 3-3.5 മണിക്കൂറുണ്ട് നമ്മുടെ യാത്ര. അതുപോലെ തന്നെ നമ്മുടെ 90% യാത്രയും മോട്ടോർ വേ കൂടി അതിന്റെ പേരിൽ ഡ്രൈവിംഗ് ശരിക്കും ആസ്വദിച്ച്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വണ്ടിയും വണ്ടിയുടെ പവറും അത് ശരിക്കും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ വണ്ടിക്ക് നല്ല ഹൈറ്റ് ഉള്ളതിന്റെ പേരിൽ നമുക്ക് ഈ സൈഡ് വ്യൂ ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് തന്നെ കിട്ടി. അതിന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രൈവ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൻ്റെതായ യാതൊരു ക്ഷീണം എനിക്കുണ്ടായിരുന്നില്ല. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 3-3.5 മണിക്കൂർ ഞാൻ ഈ വണ്ടി ഓടിച്ചെങ്കിൽ പോലും എനിക്ക് ഈ വണ്ടി ഓടിച്ച് കൊതി തീർന്നില്ലായിരുന്നു. അത്രക്ക് സ്മൂത്ത് എന്ന് വേണം പറയാനായിട്ട്. ഏകദേശം ഒരു 8:30 വിളിച്ച് നമ്മൾ നോട്ടിംഗ്ഹാം എത്തി. പക്ഷെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെയായിട്ട് താമസിക്കാനുള്ള വീട് റെഡി ആയിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ ഇപ്പൊ താമസിക്കാൻ പോണത് ആന്റണി ചേട്ടന്റെ അപ്പാർട്ട്മെന്റില. ആ നേരെ കാണുന്നതാണ് ആന്റണി ചേട്ടന്റെ അപ്പാർട്ട്മെന്റ്. ഈ വാതിലും തുറന്ന് ഇറങ്ങി വന്നതാണ് സ്നേഹനിധിയായ നമ്മുടെ ആന്റണി ചേട്ടൻ. ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്നെ ആച്ചുവിനെ അതുപോലെ തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന സകല സാമാനങ്ങളെയും ആന്റണി ചേട്ടൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. അപ്പൊ ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ കാണാം.